ജീവരക്ഷയെ പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവ് ദൈവരക്ഷിതാവായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾ എഴുതി പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായി കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവനെ നിങ്ങളുടെ
അടുക്കലേക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായിക്കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്തുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന് പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും കുറവുള്ളവരുമായ നാം ആമേൻ എന്നുത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ വിശ്വാസം നിന്റെ സന്നിധിയിലായിരിക്കാൻ നിന്റെ ആലയത്തിൽ കൂടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ കാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവമേ, തന്നിരിക്കുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, നന്മകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരയറ്റുന്നു. ദൈവം, ഞങ്ങളായിരിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി, ഈ ഇടവയിൽ ഉൾപ്പെടുന്ന എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നേർ നൽകുന്ന പ്രിയപ്പെട്ട അച്ഛനെ, കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാടുകളിൽ ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹം കൊണ്ടാടുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്ത് വാർത്ത വിശ്വസ്ത ആചരിപ്പാൻ, കർത്താവിനോട് ചേർന്ന് ജയജീവിതം നയിപ്പാൻ നിന്റെ മക്കളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ പ്രവർത്തന മേഖലകളെ, പഠനകാര്യങ്ങളെ ഒക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അവിടുന്ന് സഹായിച്ചാട്ട് കർത്താവെ കൂടി വന്ന എല്ലാ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. നന്മകളെ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാം നിറയ്ക്കണം. യേശു മിശിഹാ മൂലം യാചിക്കുന്നു, ദൈവത്തെ കേൾക്കണമേ.
എല്ലാ നല്ല ദാനങ്ങളുടെയോടുള്ള ഉൽപ്പത്തി സ്ഥാനമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. അവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുപിടിക്കായി ഇത് ഉപയോഗിപ്പാൻ തക്കണം അവിടുന്ന് കൃപ നൽകണമേ. അർപ്പിച്ചിരിക്കുന്ന എല്ലാ കരകൾക്കായും നന്ദിയോടെ സ്തോത്രം. തുടർന്നും കർത്താവെ, സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് നിന്റെ മക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. നന്മയോടെ അനുഗ്രഹത്തോടെ നിലനിൽപ്പാൻ സഹായിക്കണമേ. കർത്താവ് യേശു മിശിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കേൾക്കണം. ജി തോമസ് അച്ഛൻ്റെയും കുടുംബത്തോടും കൂടെയാണ് എനിക്ക് ഇന്ന് ഇവിടെ വരുവാൻ സാധിക്കുന്നത്. അച്ഛൻ്റെ സ്വദേശം മാവേലിക്കരയ്ക്കടുത്ത് ചുനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛന് കൊച്ചമ്മ 3 കുഞ്ഞുങ്ങൾ. അതിൽ മൂത്തയാൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. കൊച്ചമ്മയും 2 കുഞ്ഞുങ്ങളും ഇന്ന് നമ്മളോടുകൂടി ആരാധനയിൽ സംബന്ധിക്കുന്നു. കൊച്ചമ്മ എഴുന്നേൽക്കാമോ? കൊച്ചമ്മയുടെ പേര് ജിഷ റജി. മൂത്ത മോള് ബാംഗ്ലൂര് അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ ടെക്നോളജി NDS. രണ്ടാമത്തെ മകൾ നമ്മളോട് കൂടെ ഉണ്ട്, ജയ്സ. എഴുന്നേൽക്കാമോ? ജയ്സ 10ാം ക്ലാസ്സിൽ ചെന്നക്കരയിൽ പഠിക്കുന്നു. ഇളയാള് എസ്തർ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് അച്ഛനോടും കൊച്ചമ്മയോടും കൂടെ നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കുചേരുവാൻ സാധിച്ച വലിയ കൃപയോട് സ്തുതിക്കും. അച്ഛൻ 20-22 വർഷങ്ങളായി സഭയിൽ ഒരു പട്ടക്കാരനാണ്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ചെറിയൊരു അപകടം, ചെറിയൊരു വീഴ്ച വളരെ ചെറിയതായിരുന്നെങ്കിലും വലിയൊരു ആഘാതമാണ് അത് ജീവിതത്തിൽ ഏൽപ്പിച്ചത്. അതിനെക്കുറിച്ച് അച്ഛൻ പ്രസംഗ മധ്യേയുള്ള തൻ്റെ സാക്ഷ്യത്തിൽ അച്ഛൻ അത് സൂചിപ്പിക്കും. എങ്കിലും അച്ഛനെ ദൈവം തമ്പുരാൻ എടുത്തുപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. ഒരു സൗഖ്യം വളരെ പ്രയാസമാണ് എന്ന് പലരും പറഞ്ഞിടത്ത് നിന്ന് ഇത്രയും സൗഖ്യത്തോടെ, ഇത്രയും ശക്തിയോടെ ഇപ്പോഴും ദൈവത്തിൻ്റെ വലിയ ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം തമ്പുരാൻ നൽകുന്ന എല്ലാ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘമായ ഒരു ചികിത്സകളുടെയും ഫിസിയോതെറാപ്പി, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഫിസിയോതെറാപ്പികളുടെയും ഒക്കെയും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് അച്ഛൻ നമ്മളോട് ഈ വലിയ ശുശ്രൂഷ നിർവഹിക്കാൻ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഞാൻ മാസം തോറും കുമളിയിൽ വരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞു, എനിക്കും ഒരു ദിവസം വരണം. അങ്ങനെ അച്ഛൻ വളരെ സന്തോഷത്തോടെ ഇന്ന് നമ്മളോടുകൂടെ ആരാധനയിൽ പങ്കെടുക്കുന്നു. അച്ഛൻ ഇപ്പോൾ കറ്റാലത്തുള്ള നമ്മുടെ സെയിൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചാപ്ലിനായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുകയാണ്. അച്ഛനെയും കുടുംബത്തെയും ചക്കുവള്ളം ഇമ്മാനുവേൽ ഇടവകയുടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും എല്ലാ ജനങ്ങളുടെയും പേരിൽ സന്തോഷത്തോടുകൂടി ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛനിപ്പോൾ നമ്മുടെ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. ശേഷം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഈ വിശുദ്ധാലയത്തിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി, ലഭിച്ച അവസരത്തിനായി ഇവിടുത്തെ ഇടവികാരിയോട്, പ്രിയപ്പെട്ട ഫിലോമോനച്ചനോട്, ഇവിടുത്തെ ഇടവ ചുമതലക്കാരോട്, നിങ്ങളെല്ലാവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും എൻ്റെ ഈ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അച്ഛനിവിടെ ഓർമ്മിച്ച പോലെ 2 വർഷം മുമ്പുണ്ടായ ഒരു അപകടത്തെ തുടർന്നാണ് ഞാൻ ഈ വീൽ ചെയറിലായിരിക്കുന്നത്. 2022 ഏപ്രിൽ മാസം 2-ാം തീയതി ഉണ്ടായ ഒരു വീഴ്ച ദീർഘനാളുകൾ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലുമൊക്കെ ചികിത്സകളും ഫിസിയോതെറാപ്പിയൊക്കെ ദൈവം ഇത്രത്തോളം വിടുതലും ആരോഗ്യമൊക്കെ തന്ന് നിങ്ങളുടെ മധ്യത്തിലാക്കിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ ഡിസംബർ മാസം 5-ാം തീയതി വരെ 2 ഹോസ്പിറ്റലായി ദീർഘനാളുകൾ അവിടെയായിരുന്നു. ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പിലത്തെ, നാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പിലത്തെ വെള്ളിയാഴ്ച അന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അവിടെ അധ്യാപകരും ഞങ്ങളന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായ ബഹായ എന്ന് പറയുന്നുള്ള റീഹാബ് സെൻ്ററിലാണ്. ആ സെൻ്ററിൽ കടന്നു വന്ന് ക്രിസ്മസ് കരോൾ സർവീസ് പാട്ടുകൾ പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടെയുള്ള രോഗികളെ കാണുവാനായി അവിടെ ആ ഡോക്ടേഴ്സൊക്കെ ഞങ്ങളുടെയൊക്കെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ
ഞങ്ങളുടെ അവസ്ഥകളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്നെ കണ്ട എൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആ പാടൊക്കെ കണ്ട് ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ, യു ആർ എ മിറക്കിൾ. അച്ഛൻ ഒരത്ഭുതമാണ്. അത് പറയാനുള്ള കാരണം, ഒന്നുകിൽ ആ വീഴ്ചയിൽ മരണപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഈ കഴുത്തിന് താഴോട്ട് മുഴുവൻ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരാമായിരുന്നു. എന്നാൽ ദൈവം ഇത്രത്തോളം വിടുതൽ തന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു അത്ഭുതമായി ഇന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ ദൈവം ബലപ്പെടുത്തുന്നു. ഏപ്രിൽ മാസം 2-ാം തീയതി എൻ്റെ വീഴ്ചയിൽ ഞാൻ എൻ്റെ ഒരു കൈപ്പൊക്കത്തിൽ ഉള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് ഞാൻ വീണത്. ഞാൻ വീണതിൻ്റെ തൊട്ടടുത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു. കുറച്ച് മാറിയെങ്കിൽ ആ സ്ലാബിൽ തലയടിച്ച് വീഴാമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ നിമിഷം തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമായിരുന്നു. എൻ്റെ 40 ദിവസം വെന്റിലേറ്ററിൽ, 50 ദിവസത്തോളം ICUവിലായിരുന്നു. 66 ദിവസത്തോളം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ, പിന്നീട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ. ഏപ്രിൽ മാസം 2-ാം തീയതി തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തു. ഏപ്രിൽ മാസം 4-ാം തീയതി 2-ാമത്തെ ഓപ്പറേഷൻ ചെയ്തു. ആ നാളുകളിലൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് ഒന്നും അറിയാതെ കിടക്കുന്നതുകൊണ്ട് ആ അവസ്ഥയെ പറ്റിയൊന്നും എനിക്ക് പറയുവാനോ, കേട്ടറിവിലൂടെ മാത്രമാണ് അതൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും സാധിച്ചത്. ഇവിടെ ഫിലോമോൻ അച്ഛൻ അന്ന് തിരുവനന്തപുരം ഗേൾസ് സെൻട്രൽ സ്കൂളിൻ്റെ ചാപ്ലിനായിരുന്നല്ലോ. അച്ഛൻ എല്ലാ ദിവസവും ഞങ്ങളുടെ അടുക്കൽ വരികയും അച്ഛൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിപ്പാനൊക്കെ ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം, നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. 20-ാമത്തെ ദിവസം, ഏപ്രിൽ മാസം 2 കഴിഞ്ഞ് 20-ാം ദിവസത്തൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വെന്റിലേറ്റർ മാറ്റാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായി. ആ സമയത്ത് അവർ തീരുമാനിച്ചത് 1 മണിക്കൂർ വെന്റിലേറ്ററിലും അതിനെ തുടർന്ന് 1 മണിക്കൂർ വെന്റിലേറ്റർ ഇല്ലാതെ ഇങ്ങനെ ക്രമേണ പൂർണ്ണമായി വെന്റിലേറ്റർ മാറ്റാം എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒന്നെങ്കിൽ ജിഷയും അല്ലെങ്കിൽ ഫിലോമനച്ചനോ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോ എൻ്റെ അടുക്കൽ വരും. അടുക്കൽ മിക്കവാറും ജിഷയാണ് വരുന്നത്. വരുന്ന അനുഭവങ്ങളിൽ എല്ലാ ദിവസവും എൻ്റെ അടുക്കൽ വന്ന് പാട്ടുകൾ പാടും, വാക്യങ്ങൾ പറയും, പ്രാർത്ഥിക്കും. എന്നിട്ട് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കും. എന്നാൽ അന്നത്തെ ദിവസം രാവിലെ 6:30 മണിയായപ്പോൾ വെന്റിലേറ്റർ മാറ്റി 7:30 ആകുമ്പോഴത്തേക്ക് വീണ്ടും കണക്ട് ചെയ്യും. 7:30 മണിക്കാണ് ബൈസ്റ്റാൻഡേഴ്സ് അടുക്കൽ വരുന്നത്. അപ്പോൾ ആ 7:30 മണിയായപ്പോൾ ജിഷ, എന്നാൽ അന്നത്തെ ദിവസം എന്നെ തികച്ചും വിഭിന്നനായി കണ്ടു. ഞാൻ ഈ പാടുന്നതോ വാക്യം പറയുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെയുള്ള നേഴ്സസിനെയൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞു, അച്ഛനെന്തോ പ്രയാസമാണ്, എന്നും കാണുന്നത് പോലെയല്ല അച്ഛനെ കാണുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവരാരും അത്ര കാര്യമായ തരത്തിൽ. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ അബോധാവസ്ഥയിലേക്ക്, എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ജിഷ റൂമിൽ നിന്ന് ഓടിപ്പോയി. അത് ഒരു കാർഡിയാക് അറസ്റ്റായിരുന്നു.
അന്നും ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമായിരുന്നു. ദൈവം ആയുസോടെ നിലനിർത്തും. എന്നാൽ ഇങ്ങനെ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നീട് അവിടുത്തെ ഡോക്ടേഴ്സ് പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എനിക്ക് ലൈഫിലോ ഒരു മിനി വെന്റിലേറ്റർ ആവശ്യമാണ്. തനിയെ ശ്വസിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു മിനി വെന്റിലേറ്റർ ആവശ്യമാണ് എന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് വിധി എഴുതി. അതുപോലെ തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് വളരെ കുറയുന്ന നിലയിൽ കാണുന്നു. ഒത്തിരി 40-ൽ താഴെയാകുന്ന അനുഭവം. അതിന് മധ്യത്തിൽ അവിടുത്തെ ഡോക്ടേഴ്സ് വിധി എഴുതി പേസ് മേക്കർ വെക്കണം എന്നുള്ള ഒരു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം മാറ്റിയെഴുതി. മിനി വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞെങ്കിലും 40-ാമത്തെ ദിവസമായപ്പോൾ വെന്റിലേറ്റർ പൂർണ്ണമായി മാറ്റുവാൻ ഇടയായിരുന്നു. പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞെങ്കിലും കഥാവ് അതിന് സമ്മതിച്ചില്ല. ദൈവം അതും അത്ഭുതകരമായി അത് വേണ്ട എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ വിധി എഴുതുവാൻ ഇടയായി. ഞാൻ വെന്റിലേറ്ററിൽ നിന്ന് മാറി ഐസിയുലായി. ഐസിയുവിൽ നിന്ന് മാറി റൂമിലേക്ക് മാറിയ റിപ്പോർട്ടിലാണ് സഭ എന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനമെടുത്തു. അതുവരെ ഞാൻ അത്ര സ്റ്റേബിളല്ലായിരുന്നു. അതും ഞാൻ ഈ നാളുകളാണ് അതിനെക്കുറിച്ചൊക്കെ പല ആളുകൾ പറഞ്ഞ്, പല അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് അതിൻ്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ജൂനിയറായി പഠിച്ചൊരു അച്ഛൻ എന്നോട് ഒരു ദിവസം പറഞ്ഞ, അച്ഛൻ നിങ്ങൾ ഓടിച്ചാടി നടക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാൻ സെമിനാരിയിലുമൊക്കെ ബാഡ്മിൻ്റൺ ചാമ്പ്യനായിട്ട്, അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഓടിച്ചാടി നടന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ ഈ ഒരേ കിടപ്പ് കിടക്കുന്നത് കാണുവാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഒരു സമയത്ത് പ്രാർത്ഥിച്ചു, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് പ്രാർത്ഥിച്ചു എന്ന് ഒരച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ഊഹിച്ചാൽ, എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ഇത്രത്തോളം ആരോഗ്യം തന്നു, ഇത്രത്തോളം വിടുതൽ തന്നു. വെല്ലൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കിംസിൽ നിന്ന് ഡോക്ടേഴ്സ് കൊടുത്ത റിപ്പോർട്ടുമായി എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരൻ ഇവിടെ വിനോദ് വർഗീസച്ചൻ്റെ ഭാര്യയും വെല്ലൂർ CMC ഡോക്ടർ ജോർജ് തനിയൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് കടന്നുപോയി. റിപ്പോർട്ടൊക്കെ വായിച്ച അനുഭവത്തിൽ ഈ ഡോക്ടർ അവസാനം എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അച്ഛൻ സംസാരിക്കുമോ? അപ്പോൾ പറഞ്ഞു, സംസാരിക്കും. കാരണം ആ സമയത്ത് എനിക്ക് ട്രക്കോസ്റ്റമിയുണ്ട്, അതുപോലെ തന്നെ ഫുഡ് നേസൽ ട്യൂബ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതുള്ളത് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇത് മാറ്റി അവർ സംസാരിക്കുന്നില്ല എന്നൊക്കെ അതിനുള്ള ഉപകരണമൊക്കെ വെച്ച് നോക്കി. ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടാണ് എൻ്റെ ഭാര്യ കൂടെ വെല്ലൂരിലോട്ട് പോയത്. അപ്പോൾ പറഞ്ഞു സംസാരിക്കും. വീണ്ടും ചോദിച്ചു, അച്ഛൻ വ്യക്തമായി സംസാരിക്കുമോ? അപ്പോൾ പറഞ്ഞു വ്യക്തമായി സംസാരിക്കും. അപ്പോൾ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ വെല്ലൂരിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈ ആൾക്ക് സംസാരശേഷി നഷ്ടപ്പെടാം എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയത്. അതുകൊണ്ട് ദൈവം എത്ര നല്ലവൻ, ദൈവം ശക്തൻ. ജീവിതാനുഭവങ്ങളിൽ കഷ്ടതകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിലൊക്കെ ദൈവം മതിയായവനായി കൂടെയിരുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതലിന്റെ നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത്. വെല്ലൂരായ അനുഭവങ്ങളിലും ഞാൻ ഏകദേശം വെല്ലൂരിൽ 1.5 മാസത്തോളം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ, അതിനുശേഷമാണ് റീഹാബ് സെന്ററിലോട്ട് മാറിയത്. ആദ്യം ഒരു
ഞാൻ ജൂൺ മാസം 7-ാം തീയതിയാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ് ചെല്ലുന്നത്. പ്രിയപ്പെട്ട അച്ഛനും വിനോദ് അച്ഛനും ഒക്കെ എന്നെ വെല്ലൂരിൽ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ട്. വെല്ലൂരിൽ നിന്ന് വിളിക്കുവാനും പ്രിയപ്പെട്ട വിനോദ് അച്ഛനും ഫിലോമൻ അച്ഛനും വന്നു. അപ്പോൾ ആ ചെന്ന് ജൂൺ മാസം 28 ആയപ്പോൾ ഞങ്ങൾ റീഹാബിലേക്ക് ആദ്യം പോയി. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വൈഫിന് പനി പിടിച്ചു. അപ്പോൾ ആ അനുഭവത്തിൽ ഡോക്ടർ വന്ന് പറഞ്ഞു, അവിടെ ഈ വെല്ലൂരിലെ റീഹാബ് സെൻ്ററിലുള്ള തെറാപ്പി എന്ന് പറയുന്നത് രാവിലെ 8 തൊട്ട് വൈകിട്ട് 4 വരെയുള്ള ഒരു സെഷനാണ്. രാവിലെ 8 തൊട്ട് 10 മണി വരെ, 10 തൊട്ട് 12 വരെ, പിന്നീട് 2 മണി തൊട്ട് 4 വരെ, ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഋഷിക്ക് പനിയായ അനുഭവത്തിൽ ഡോക്ടർ പറഞ്ഞു, അച്ഛനും റൂമിൽ തന്നെ ഇരുന്നാൽ മതി, മറ്റുള്ള രോഗികൾക്കും പനിയൊക്കെ പിടിക്കാനുള്ള ആവുന്നതുകൊണ്ട് അതുകൊണ്ട് റൂമിലായാൽ മതി. അപ്പോൾ ആ അനുഭവങ്ങളിൽ ഞങ്ങൾ ഈ അടുപ്പിച്ച് 3 റൂമുകൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ചെന്നത് ഒരു റൂമിൽ, പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി, പിന്നീട് ഒരു സിംഗിൾ റൂമിലേക്ക് ഞങ്ങൾ മാറി. അപ്പോൾ ഇങ്ങനെ ഈ അടുപ്പിച്ചുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇത് റീഹാബിൽ നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ വിഷയം ക്ഷീണതയായിരുന്നു, പനിയായി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും പനി പിടിച്ചു. കുറച്ച് ഒരു ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 105 ഡിഗ്രി പനിയോളം ആയി. വീണ്ടും റീഹാബിൽ നിന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ജൂലൈ 15 ഞാൻ ഓർക്കുന്നുണ്ട് 32 കുപ്പി മരുന്ന് എൻ്റെ ഈ 2 കൈയിലൂടെ അന്ന് കുത്തിക്കയറ്റിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ കഷ്ടതകളുടെയും ഭാരങ്ങളുടെയും ഒക്കെ നടുവിലൂടെയൊക്കെ കടന്നുപോയി. ഈ ജൂലൈ 15 റീഹാബ് വന്നപ്പോൾ എനിക്ക് അന്ന് നേരെ ഇരിക്കുവാനൊക്കെ ഉള്ള ഒരു ശേഷിയില്ലായിരുന്നു. അല്പസമയം ഞാൻ നേരെ ഇരുന്നാൽ തന്നെ എൻ്റെ പ്രഷർ ഡൗൺ ആയി അന്നേരം ബോധം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളായിരുന്നു. എന്നാൽ ദൈവം ഓരോ ദിവസവും വരുന്ന ബലം തന്നു, ശക്തി തന്നു, നിരാശയുടെ വഴിയിൽ പ്രത്യാശ തന്നു. അങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ ഞങ്ങൾ ഡിസംബർ മാസം ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. എൻ്റെ സഭ എന്നെ കരുതി, എൻ്റെ മെത്രാപ്പൊലീത്തായും തിരുമേനിമാരുമൊക്കെ ആവശ്യ സമയങ്ങളിൽ വേണ്ടുന്ന നന്മകളും പ്രോത്സാഹനവും ഒക്കെ തന്നു. ഞാൻ നാട്ടിലേക്ക് വന്ന അനുഭവങ്ങൾ തന്നെ എന്നെ കറ്റാന ഹോസ്പിറ്റലിൽ ചാപ്ലൈനായിട്ട് നിയോഗിച്ചു. പ്രിയപ്പെട്ട അച്ഛന്മാരുടെ പ്രാർത്ഥന, സഭാജനങ്ങളുടെ പ്രാർത്ഥന, അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഒക്കെ നന്മയാണ് ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭക്തനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇയ്യോബ് പറയുന്നു, ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കുമെന്ന്, അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ നിന്നെ കാണുമെന്ന് അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അവസാന അധ്യായം വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് നിന്നെ കാണുവാൻ എനിക്ക് സാധിക്കും. ഞാനും പ്രത്യാശിക്കുന്നു ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറി എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, നിവർന്നു നിന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിപ്പാൻ ദൈവം ശക്തീകരിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ജീവിതത്തിൻ്റെ നിരാശകളുടെ അനുഭവങ്ങൾ, കഷ്ടതകളുടെ നടുവിൽ ദൈവം എത്ര നല്ലവൻ എന്ന് തിരിച്ചറിയുവാൻ പറ്റും സാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് റീഹാബിൽ നിന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ പോയി. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ ജീവിതത്തിൽ ഇനി എന്താണ്, യാതൊരു പ്രത്യാശയില്ല, എന്തായിത്തീരും, എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ചിന്തകൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായി. ഇത് മനസ്സിലാക്കിയ ഒരു
ഭക്തയായ സ്ത്രീയാണ്. മഹേശ്വരി എന്ന് പറയുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അവര് ഈ വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എന്നെ എക്സർസൈസ് ഒക്കെ ചെയ്യിക്കുന്ന ഒരു ഭക്തയായ സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളൊക്കെ കണ്ട് ഈ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളോട് എനിക്ക് കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്യിച്ചിട്ട് എന്നോട് ഈ ഭക്തയായ സ്ത്രീ ചോദിച്ചു, താങ്കൾ ഒരു പുരോഹിതനാണെന്ന് അറിയാമെങ്കിലും 139 സങ്കീർത്തനം താങ്കൾക്കറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞു, എന്നാല് അതിന്റെ വാക്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം അവിടുന്ന് ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. കർത്താവ് അറിയാതെ ജീവിതത്തിലൊന്നും ഞാൻ മുഴുവനും അവിടുത്തെ വകയാണ്. ഭയങ്കരവും അത്ഭുതകരമായി അവിടുന്ന് എന്നെ നിർമ്മിച്ചിരിക്കും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെ, ഈ സങ്കീർത്തനത്തിലൂടെ ഈ സ്ത്രീ ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തീകരിക്കുവായിരുന്നു. ജീവിതത്തിൽ നിരാശയുടെ അനുഭവങ്ങളിൽ കർത്താവ് അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നു, ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രം: ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കും. നിരാശകളെ മാറ്റുവാൻ, നമ്മുടെ രോഗാവസ്ഥകളെ മാറ്റുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കർത്താവിന് പൂർണ്ണമായി കഴിയും. ആ പൂർണ്ണമായ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നമുക്ക് വചന ധ്യാനത്തിന്. പിതാവിനൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. 16-ാമത്തെ വാക്യം, കുറഞ്ഞുവെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞുവെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. അതിന്റെ 7-8 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഈ വാക്യങ്ങൾ നമുക്ക് പെന്തക്കോസ്ത് ദിനത്തെ കുറിച്ചുള്ള ചിന്തകൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്ന വലിയ ദാനം ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധം തരുത്തുന്ന ആത്മാവ്, നേരായ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന ആത്മാവ്, ആ വലിയ ശക്തിയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അല്പസമയം നിന്റെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. വചനം അവിടുത്തേതാകുന്നല്ലോ, ഞങ്ങളും നിന്റെ വകയാകുന്നത്. കർത്താവെ, വചനത്തിനനുസരിച്ച് ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ, ക്രമീകരിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണം. സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നേൽക്കുന്ന ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. പിതാവും വിശ്വഹൃദയമായ സത്യദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസഭയുടെ അനുമോദപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ 1000 പതിനായിരങ്ങളോടും കൂടെ സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാർത്ഥ പാടി സ്തുതിപ്പാൻ
ഞങ്ങളെ യോഗ്യതവരാക്കണമേ. കൊയനാൻ വോമറിനാൻ സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശ്രീയന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞു പ്രതികർത്തിയായ കാസായെയും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശ്രയന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേർക്ക് വേണ്ടി പാപമോചനായി ചെയ്യുന്ന പുതിയ പുത്രന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സർവ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തി പ്രകാരം പ്രതിഫലം നൽകുന്ന പരിഭ്രമജനകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ ഓർക്കുന്നു. നിമിത്തമായ സഭയും നിന്റെ ഇടവയും നിന്നോട് നീ മാതാപിതാവിനോടും സർവശക്ത പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. ലാഭോ കാതമറോ തിരിച്ചര്യമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായ വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഇവയെ സമയത്ത് എല്ലാവരും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാണ് തന്നെ, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, 4 ഭാഗമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ മഹാദൈവവും പരിശുദ്ധമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആനന്ദമില്ലാത്തതും അന്യമായിരിക്കുന്നതും തത്ലേഖമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ കുറിച്ച് പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ വിടാനും അതിനെ വീണ്ടും
പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സകലത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതിനുമായും ജീവസ്ലേറുവായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നിന്റെ അടിയാർക്ക് പാവമോചനമുണ്ടാകുമാറാകണമേ. കാണപ്പെടാത്ത വലം കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ പ്രസാദനുമായി ഗാകുത്തലച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിയാവല്ല തിരിച്ചരക്കളെ കൈക്കൊള്ളുന്നു ഇതിന്റെ ആരാർക്കാട് കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ഈ വിശ്രമിച്ചിരിക്കുന്നവരുമേ കൊടുക്കുന്നവരുമേ കൈക്കൊള്ളുന്നവരും പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരണം നമ്മുടെ മേലോടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കും. പരിഹാരത്തിനും പാവങ്ങളുടെ ഭോജനത്തിനുമായി ഗാകുൽത്താൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും രക്തവും ആത്മാവിന്റെ ശരീരത്തിന്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചെന്ന് ഓർമ്മിക്കാൻ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുന്നു. Vishwasa Shudhya
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ യേശു മശിഹായി, ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും ഞങ്ങൾ പാഞ്ചിത രക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്ക് പ്രതിവർഗമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെ ജീവരക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ ഞങ്ങളെല്ലാവരും സഹായിച്ചാൽ തുടരണമേ. ഈ ഞങ്ങളെല്ലാവരും നീ പുണ്യപ്പെടുത്തി ആശ്വസിച്ചുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് പരിശുദ്ധരുമായി സ്തുതി സ്തോത്രം കരേറ്റും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിനക്ക് പിതാവിന്റെ പരിശുദ്ധരുമായി സ്തുതി സ്തോത്രം കരേറ്റുവാണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സൃഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകിടും കർത്താവേ,
രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കാണിക്കാം. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴോട് അനുഗ്രഹങ്ങളോട് വിശുദ്ധി മോഹത്തോളം അനുഗ്രഹം നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയനസ്തിക്ക് രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രണപ്പെട്ടവരുമായുള്ളവരെ ഈ മക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനരും കുറവുള്ളവരുമായ നിങ്ങളുടെ പ്രാർത്ഥനയാൽ എന്നെ സഹായിപ്പാൻ നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.